ഇൻകം ടാക്സ് റിട്ടേൺ സ്വന്തമായിട്ട് ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായിട്ട് നമുക്ക് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഫോം 16 പാർട്ട് ബി നമ്മൾ കയ്യിൽ കരുതുക. അതേപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ഒരു സാലറി സ്ലിപ്പും നമ്മൾ കരുതി വെക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സാലറി സ്ലിപ്പ് നോക്കിയിട്ട് നമ്മുടെ ബേസിക് സാലറി, അതുപോലെ HRA, പിന്നെ നമുക്ക് റെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ PF എത്രയാണ് കട്ട് ചെയ്യുന്നത്, അതുപോലെ LIC ഉണ്ടെങ്കിൽ LIC, പിന്നെ സുകന്യ, അതുപോലെ PPF, NPS എല്ലാം നമ്മളൊരു ചാർട്ടിൽ എഴുതി വെക്കുക. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഏതൊരാൾക്കും സിമ്പിളായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒരു തവണ കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഈ ഫയലിംഗ് എന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിലോട്ട് വരാം. അപ്പോൾ ഇവിടെ പാൻ കാർഡ് നമ്പർ കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മുടെ പാസ്വേഡ് മറന്നുപോയെങ്കിൽ നമുക്ക് ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തിട്ട് നമുക്കത് റീസെറ്റ് ചെയ്യാം. യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഫസ്റ്റ് നമ്മൾ ഏത് അസസ്മെൻറ്റ് ഇയർ ആണെന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ 2024-25 ഫിനാൻഷ്യൽ ഇയറിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ ആയിട്ട് വരുന്നത് 25-26 ആണ്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഓൺലൈൻ്റെ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻഡിവിജ്വൽ എന്ന ടാബ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ITR 1 സെലക്ട് ചെയ്യുക. പ്രൊസീഡ് വിത്ത് ITR 1 എന്ന് കൊടുത്ത് മുന്നോട്ട് പോവുക. ആദ്യമേ നമ്മുടെ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്തിട്ട് ഏതെല്ലാം തരത്തിൽ വരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന AAS എന്ന ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ മുകളിൽ കാണുന്ന AAS സെലക്ട് ചെയ്യുക. അതിനുശേഷം ടാക്സ് ഇൻഫോർമേഷൻ സമ്മറി സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ സാലറി, അതുപോലെ ബാങ്കിൽ നിന്നെല്ലാം കിട്ടിയ ഇൻട്രസ്റ്റ്, അതുപോലെ ഡിവിഡൻഡ് എല്ലാം കാണാവുന്നതാണ്. അതെല്ലാം നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കണം. 10,000 രൂപ വരെ സേവിങ്സ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്ക് എക്സംഷനിൽ വരുന്നതാണ്. അതുപോലെ 26 AS നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഫയൽ സെലക്ട് ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺസ് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് വ്യൂ ഫോം 26 AS കാണാം. അത് സെലക്ട് ചെയ്യുക. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുക്കാം. അതിൽ ആദ്യം കാണുന്ന 26 AS സെലക്ട് ചെയ്യുക. ഇവിടെ അസസ്മെൻറ്റ് ഇയർ 25-26 സെലക്ട് ചെയ്യുക. അതിനുശേഷം വ്യൂ ആസ് എന്നുള്ളത് HTML സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് എല്ലാം താഴെ കാണുന്നതാണ്. ഇവിടെ നമുക്ക് അതർ ദാൻ സാലറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ITR 1 എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ITR 1 സെലക്ട് ചെയ്യുക. പ്രൊസീഡ് വിത്ത് ITR 1 എന്ന് കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതായിരിക്കും. ഇതിൽ പറയുന്നത് ഡിഫോൾട്ടായിട്ട് ന്യൂ ടാക്സ് റെജിമാണ് സെലക്ട് ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ന്യൂ ടാക്സ് റെജിമാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് HRA, അതുപോലെ LTA, ATC ഒന്നും കിട്ടുന്നതല്ല. നമുക്ക് 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് 2 ടാക്സ് റെജിമും നമ്മൾ കമ്പയർ ചെയ്തതിന് ശേഷം ഏതാണോ ലാഭം എന്ന് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മളിവിടെ 2 രീതിയും കാണിക്കുന്നുണ്ട്. ഇത് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഇതല്ല നിങ്ങളുടെ റീസൺ എങ്കിൽ താഴെ കാണുന്ന ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഇതിൽ കാണുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ 1 by 1 ആയിട്ട് വേണം കംപ്ലീറ്റ് ചെയ്ത് വരാൻ. ആദ്യം കാണുന്ന പേഴ്സണൽ ഇൻഫോർമേഷൻ സെലക്ട് ചെയ്യുക. അതിനു മുമ്പ് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ സാലറി സ്ലിപ്പ് നോക്കിയിട്ട് റെഡിയാക്കി വെക്കണം. നമ്മുടെ ബേസിക് സാലറി പ്ലസ് DA ഒരു വർഷത്തേക്ക് എത്രയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ HRA ഒരു വർഷത്തേക്ക് എത്രയാണെന്ന് നോക്കുക. അതുപോലെ സുകന്യ, PF എല്ലാം ഒരു വർഷത്തേക്ക് എത്രയാണെന്നുള്ളത് നോക്കി വെക്കുക. നമ്മുടെ സാലറി സ്ലിപ്പിൽ HRA എന്നുള്ള കമ്പോണന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ബേസിക് സാലറിയുടെ 40% നമ്മൾ നോക്കി വെക്കണം. ഇതെല്ലാം നമ്മുടെ സാലറി സ്ലിപ്പ് നോക്കിയാൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഫോം 16 പാർട്ട് ബിയും കൂടെ റെഡിയാക്കി വെക്കുക. അതിൽ നമ്മുടെ ടോട്ടൽ സാലറിയും അതുപോലെ തന്നെ ഡിഡക്ഷൻസ് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണുന്നതാണ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന ടാബ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യുക.
പിന്നെ സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഏതിലാണോ നിങ്ങളെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ അതേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ഫയൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 139(1) ആണ് സെലക്ട് ചെയ്യുന്നത്. റിവൈസ് റിട്ടേൺ ആണെങ്കിൽ 139(5) ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് ന്യൂ ടാക്സ് റെജിം ആണോ അല്ലെങ്കിൽ ഓൾഡ് ടാക്സ് റെജിം ആണോ എന്ന് സെലക്ട് ചെയ്യുന്ന സ്ഥലം. ഡിഫോൾട്ട് ആയിട്ട് അത് ന്യൂ ടാക്സ് റെജിം ആയിരിക്കും സെലക്ട് ചെയ്ത് കിടക്കുന്നത്. സാലറീഡ് പേഴ്സണ് ഏത് ടാക്സ് റെജിമേക്കും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മളിവിടെ 2 ടാക്സും കാണിക്കുന്നുണ്ട്. ആദ്യം കാണിക്കുന്നത് ഓൾഡ് ടാക്സ് റെജിം ആണ്, അതുകൊണ്ട് നമ്മൾ എസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ബാങ്ക് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിലേക്കായിരിക്കും നമ്മുടെ റീഫണ്ട് ഉണ്ടെങ്കിൽ വരുന്നത്. പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് അനദർ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അവിടെ കൺഫേംഡ് എന്നുള്ള ടിക്ക് മാർക്ക് വന്ന് കാണാം. ഇതേപോലെ ബാക്കി വരുന്ന 4 കൂടെ നമ്മൾ ചെയ്യണം. ഇതിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ഇൻകം ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഇതും ഫോം 16ഉമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ 2 നമുക്ക് ഒരേ എമൗണ്ട് ആണ് വന്നിട്ടുള്ളത്. ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ ഇതുപോലെ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല എങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സാലറി സ്ലിപ്പ് നോക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അതേപോലെ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് PF, അതുപോലെ LIC, ഗ്രാറ്റുവിറ്റി തുടങ്ങിയവ എക്സംപ്റ്റ് അലോവൻസിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നാച്ചർ ഓഫ് എക്സംപ്റ്റ് അലോവൻസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഏതാണോ വരുമാനം ഉണ്ടായത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ എമൗണ്ട് അവിടെ കൊടുക്കുക. ബാക്കി വരുന്നത് ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കാവുന്നതാണ്. ഇവിടെ ഓൾഡ് റെജിമിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് 50,000 രൂപയും അതുപോലെ പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് 2,500 രൂപയും വന്നിട്ടുണ്ട്. പ്രൊഫഷണൽ ടാക്സ് ആഡ് ആയിട്ടില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോം 16ഉമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എല്ലാം ഒരുപോലെ തന്നെയല്ലേ വരുന്നത് എന്ന് നോക്കുക. ഇവിടെ HRA എക്സംപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 50,425 രൂപയാണ്. ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതല്ല, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സാലറി സ്ലിപ്പിൽ HRA എന്നുള്ള കമ്പോണന്റ് ഉള്ളവർക്ക് മാത്രമേ ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. എന്നാൽ നമ്മൾ റെന്റിനാണ് താമസിക്കുന്നത്, എന്നാൽ സാലറി സ്ലിപ്പിൽ HRA കമ്പോണന്റ് ഇല്ല എങ്കിൽ 60,000 രൂപ വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 80GG ആണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അത് HRA എന്ന ഭാഗത്തല്ല, അത് വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ സാലറി സ്ലിപ്പ് എടുത്തിട്ട് HRA എത്രയാണോ നോക്കിയിട്ട് അത് ഇയർലി എത്രയാണോ വരുന്നതെന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നാച്ചർ ഓഫ് എക്സംപ്റ്റ് അലോവൻസിൽ വന്നിട്ട് സെക്ഷൻ 1013A സെലക്ട് ചെയ്യുക. അതിനുശേഷം HRAന്റെ ഡീറ്റെയിൽസ് ഷെഡ്യൂൾ 1013A നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ജോലി ചെയ്യുന്നത് മെട്രോയിലാണോ നോൺ മെട്രോയിലാണോ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. മെട്രോ എന്ന് പറയുന്നത് ബോംബെ, കൽക്കട്ട, ഡൽഹി ഓർ മദ്രാസ് ആണ്. ഇവിടെ വർക്ക് ചെയ്യുന്നവർ മാത്രം മെട്രോ സെലക്ട് ചെയ്യുക, ബാക്കിയുള്ളവർ നോൺ മെട്രോ സെലക്ട് ചെയ്യുക. ഇവിടെ ആക്ച്വൽ HRA എന്നുള്ളിടത്ത് ഒരു വർഷം HRA എത്രയാണോ കിട്ടുന്നത് അതാണ് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ കഴിഞ്ഞ വർഷം എത്രയാണോ റെന്റ് കൊടുത്തിട്ടുള്ളത് അതാണ് ആക്ച്വൽ റെന്റ് പേരിൽ അവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ബേസിക് സാലറി എന്നുള്ളിടത്ത് കഴിഞ്ഞ വർഷം ബേസിക് സാലറി പ്ലസ് DA എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതാണ് നമ്മൾ അവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. മെട്രോയിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾ ബേസിക് സാലറിയുടെ 50% ആണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ നോൺ മെട്രോ ആയതുകൊണ്ട് ബേസിക് സാലറിയുടെ 40% ആണ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ HRA എക്സംഷൻ ആയിട്ട് എത്രയാണോ വരുന്നത് അതിവിടെ കാണുന്നതായിരിക്കും. ഇവിടെ HRA എക്സംഷൻ ആയിട്ട് 50,304 ആണ് വന്നിട്ടുള്ളത്. അതൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫോം 16Bയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അവിടെയും സെയിം എമൗണ്ട് ആണ് വന്നിട്ടുള്ളത്. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മുടെ HRA എമൗണ്ട് കാണുന്നതായിരിക്കും. അതിനുശേഷം സേവ് ചെയ്യാം. ഇനി ഹോം ലോൺ എടുത്തവർ 2 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് എക്സംഷൻ കിട്ടുന്നതാണ്. അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ടാബിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഹോം ലോൺ എടുത്തവർ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളടത്ത് സെൽഫ് ഒക്യുപ്പൈഡ് സെലക്ട് ചെയ്യുക. അത് സെക്ഷൻ 24B എന്നുള്ളടത്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഇവിടെ ഡിസേബിൾ ആണ്, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് സേവ് ചെയ്ത് ബാക്കിലോട്ട് വരിക. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സെക്ഷൻ 24B ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ കാണുന്ന ആഡ് അനദർ സെലക്ട് ചെയ്യുക.
ഇവിടെ നമ്മൾ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ അതർ ദാൻ ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണോ ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ ആ ബാങ്കിന്റെ പേര് എഴുതുക. മൂന്നാമതായിട്ട് ലോൺ അക്കൗണ്ട് നമ്പർ ആണ് കൊടുക്കേണ്ടത്. പിന്നെ ഡേറ്റ് ഓഫ് സാങ്ഷൻ എന്നാണോ സാങ്ഷൻ അയച്ചാൽ അത് കൊടുക്കുക. പിന്നെ ടോട്ടൽ എമൗണ്ട് ഓഫ് ലോൺ. പിന്നെ കൊടുക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണോ അതാണ് അവിടെ കൊടുക്കേണ്ടത്. അതേപോലെ കഴിഞ്ഞ വർഷം എത്രയാണോ ഇൻട്രസ്റ്റ് കൊടുത്ത് അതാണ് അവിടെ ലാസ്റ്റ് കൊടുക്കേണ്ടത്. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. എനിക്കിവിടെ ഹോം ലോൺ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഫില്ല് ചെയ്യുന്നില്ല. ഇനി നമ്മൾ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് ഇൻകം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസ് സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ടുള്ളത് സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റും അതുപോലെ ഇൻകം ടാക്സിന്റെ ഇൻട്രസ്റ്റും ആണ് വന്നിട്ടുള്ളത്. ഇനി മറ്റേതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് അനദർ കൊടുത്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഫാമിലി പെൻഷനോ അതുപോലെ ഡിവിഡൻ ഇൻകം പോലെ മറ്റ് സോഴ്സസ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അഗ്രികൾച്ചർ ഇൻകം അതുപോലെ PF, LIC പോലുള്ള ഇൻകം ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ എക്സം ഇൻകത്തിലാണ് കൊടുക്കേണ്ടത്. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്കൊരു 1.25 ലക്ഷം എക്സംഷൻ കിട്ടുന്നതാണ്. അത് ഉള്ളവരാണെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയും കൊടുത്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ടാബും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻസ് എന്നുള്ള മൂന്നാമത്തെ ടാബ് സെലക്ട് ചെയ്യാം. ഇവിടെയാണ് 80Cയിൽ വരുന്ന ഡിഡക്ഷൻസ് എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. 80C ഡിഡക്ഷൻ ആയിട്ടുള്ള PF അതുപോലെ സ്കൂൾ ഫീസ്, LIC തുടങ്ങിയെല്ലാം ഇവിടെയാണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഏതെങ്കിലും വിധത്തിലുള്ള ഡിഡക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത്. നമുക്കത് എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആഡ് അനദർ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫിൽ ചെയ്ത് വരാം. കഴിഞ്ഞ വർഷം കൊടുത്ത PF എമൗണ്ട് ഫിൽ ചെയ്യാം. അതിൻ്റെ ഡോക്യുമെന്റ് നമ്പർ എന്ന ഭാഗത്ത് ആസ് പെർ സാലറി സ്ലിപ്പ് എന്ന് കൊടുത്താൽ മതി. എന്തെങ്കിലും ക്വറി വരികയാണെങ്കിൽ നമ്മുടെ സാലറി സ്ലിപ്പ് കാണിച്ചാൽ മതി. അതുപോലെ മറ്റ് 80C ഡിഡക്ഷൻസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഫിൽ ചെയ്ത് വരാം. ഞാനിവിടെ സുകന്യ സമൃദ്ധിയും അതുപോലെ PPFും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1.5 ലക്ഷം രൂപ വരെ 80C എക്സംഷൻസ് കിട്ടുന്നതാണ്. 80Cയിൽ നമുക്ക് ട്യൂഷൻ ഫീസ് അതുപോലെ ഹോം ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, LIC തുടങ്ങിയവയെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1.5 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് കൊടുത്താലും നമുക്ക് 1.5 ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ. അത്രയും കൊടുത്ത് സേവ് ചെയ്യുക. അതേപോലെ പെൻഷൻ ഫണ്ട് പോലെ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ 80CCCയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ NPSൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ 80CCD1Bയിൽ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 24,000 രൂപ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എംപ്ലോയർ പെൻഷൻ ഫണ്ടിലേക്ക് കാശ് തരുന്നുണ്ടെങ്കിൽ 80CCD2ലാണ് കൊടുക്കേണ്ടത്. 80CCD1Bയിൽ നമുക്ക് 50,000 രൂപ വരെ എക്സംഷൻ കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ഉണ്ടെന്നെങ്കിൽ 80Dയിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആദ്യം ചോദിക്കുന്നത് അപ്ലൈ ചെയ്യുന്ന ആള് സീനിയർ സിറ്റിസൺ ആണോ അല്ലേ എന്നാണ്. ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാതെ നോ കൊടുക്കുക. സീനിയർ സിറ്റിസന് 50,000 രൂപ വരെ എക്സംഷൻ കിട്ടുന്നതാണ്. അതല്ലാത്തവർക്ക് 25,000 രൂപ വരെ എക്സംഷൻ കിട്ടുള്ളൂ. ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആഡ് അനദർ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പേരും അതുപോലെ നമ്പറും എമൗണ്ടും കൊടുത്തിട്ട് സേവ് ചെയ്യാം. അതുപോലെ നമ്മുടെ പാരൻസിനും ഇതുപോലെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. പാരൻസ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപ വരെ ക്ലെയിം കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ആയിട്ട് ഒരു 5,000 രൂപ എക്സംഷൻ കിട്ടുന്നതാണ്. ഇത്രയും കൊടുത്തിട്ട് സേവ് ചെയ്ത് വരിക. ഇതേപോലെ നമ്മൾ കാണുന്ന ഈ സെക്ഷനിൽ ഏതെങ്കിലും എക്സംഷൻ കിട്ടാനുണ്ടെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്ത് വരിക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ HRA കിട്ടാത്തവര് റെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 80GG എന്നീ ഭാഗത്താണ് ഫില്ല് ചെയ്യേണ്ടത്. നമുക്ക് 60,000 രൂപ വരെ ഇവിടെ കാണിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു കാൽക്കുലേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന 3 ഓപ്ഷനിൽ ഏത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് കുറഞ്ഞ എമൗണ്ട് കാണുന്നതെങ്കിൽ അതാണ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഒന്നാമത്തെ 60,000 രൂപ, രണ്ടാമത് ഈ ടോട്ടൽ ഇൻകത്തിന്റെ 25%, മൂന്നാമത് ആക്ച്വൽ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് ടോട്ടൽ ഇൻകം. ഇതിൽ ഈ കാൽക്കുലേഷൻസിൽ ഏറ്റവും കുറവ് ഏതാണോ അതാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. HRA കിട്ടാത്തവർ അത് ഫില്ല് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് വരിക. സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ആയിട്ട് 10,000 രൂപ വരെ എക്സംഷൻ കിട്ടുന്നതാണ്. അത് കിട്ടിയവർ 80TTAയിൽ ഫില്ല് ചെയ്യുക. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 80TTBയിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കിവിടെ ടോട്ടൽ ഡിഡക്ഷൻ വന്നിട്ടുള്ളത് 1,83,248 രൂപയാണ്. ഇതും നമ്മൾ ഫോം 16Bയുമായിട്ട് കമ്പയർ ചെയ്യുക. ഇവിടെ ഒരു 5,000 രൂപയുടെ ഡിഫറൻസ് കാണുന്നുണ്ട്. അത് നമ്മൾ മെഡിക്കൽ എക്സ്പെൻസ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. അതിനുശേഷം കൺഫേം കൊടുക്കുക. ഇനി നമ്മൾ നാലാമത്തെ ടാക്സ് പെയ്ഡ് സെലക്ട് ചെയ്യുക.
നമ്മൾ 50,798 രൂപയാണ് ടാക്സ് അടച്ചിട്ടുള്ളത്. ഇത് ഫോം 16B ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതുകൂടാതെ വേറെ ഏതെങ്കിലും തരത്തിൽ TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ TDS കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. കൺഫേം കൊടുത്ത് മുന്നോട്ട് പോവാം. ഇപ്പം നമ്മൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 49,999 രൂപയാണ്. അതായത് 800 രൂപ നമുക്ക് തിരിച്ച് റീഫണ്ട് കിട്ടുന്നതാണ്. ഓൾഡ് റെജിമിലെ കാൽക്കുലേഷൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. നമുക്ക് ആ എമൗണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇത് ന്യൂ ടാക്സ് റെജിമിൽ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ ടാക്സ് വരുമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ സെലക്ട് ചെയ്യുക. അസസ്മെന്റ് ഇയറും അതുപോലെ ഓൺലൈനും കൊടുത്ത് മുന്നോട്ട് വരാം. സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് സെലക്ട് ചെയ്യുക. ഇൻഡിവിജ്വൽ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ITR 1 സെലക്ട് ചെയ്ത് പ്രൊസീഡ് വിത്ത് ITR 1 സെലക്ട് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടർ കൊടുത്തിട്ട് ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ ഡിഫോൾട്ടായിട്ട് ന്യൂ ടാക്സ് റെജിമെൻ്റ് സെലക്ട് ആയിട്ടുണ്ടാവുക. കൺഫേം കൊടുത്ത് മുന്നോട്ട് പോകാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ന്യൂ ടാക്സ് റെജിമെൻ്റ് ഡിഫറൻസ് അറിയാൻ പറ്റും. ഇവിടെ 10,000 രൂപ കുറവാണ് ന്യൂ ടാക്സ് റെജിമ കൊടുക്കേണ്ടുള്ളൂ. അതുകൊണ്ട് ഈ കേസിൽ ന്യൂ ടാക്സ് റെജിം ഫയൽ ചെയ്യുന്നതായിരിക്കും ലാഭം. നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. താഴേക്ക് വന്ന് കൺഫേം കൊടുക്കുക. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് 75,000 രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. ഇതുകൂടാതെ NPS കോൺട്രിബ്യൂഷനും അതുപോലെ അഗ്നിവീർ കോൺട്രിബ്യൂഷനും ഇതിൽ കിട്ടുന്നുണ്ട്. അത് വീഡിയോയിൽ പറയാം. നമുക്കിവിടെ അതർ സോഴ്സ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത്രയും കൊടുത്തിട്ട് കൺഫേം ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ ടാക്സ് ഡിഡക്ഷൻ സെലക്ട് ചെയ്യുക. എംപ്ലോയർ പെൻഷൻ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് 80CC2 ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് 80CCH ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കൺഫേം കൊടുത്ത് മുന്നോട്ട് പോവാം. അതിനുശേഷം നാലാമത്തെ ടാക്സ് പെയ്ഡ് സെലക്ട് ചെയ്യാം. വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ TDS കട്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നും ഇല്ലെങ്കിൽ കൺഫേം കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. ഇനി നമുക്ക് അവസാനത്തെ ലയബിലിറ്റി ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 10,000 രൂപയുടെ ഡിഫറൻസ് ഓൾഡ് റെജിമും ന്യൂ റെജിമും തമ്മിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ന്യൂ റെജിമായിട്ട് ഫയൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ സെസ്സും ഇവിടെ കാണാവുന്നതാണ്. കൺഫേം കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. അതിനുശേഷം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് 10,350 റീഫണ്ട് ആയിട്ട് ഈ കേസിൽ കിട്ടുന്നതാണ്. താഴേക്ക് വന്നിട്ട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ സെലക്ട് ചെയ്യുക. ഇവിടെ ആദ്യം കാണുന്നിടത്ത് ടിക്ക് കൊടുക്കുക. പ്ലേസ് എന്ന സ്ഥലത്ത് നമ്മുടെ സ്ഥലം ഫില്ല് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വന്നിട്ട് പ്രൊസീഡ് ടു വാലിഡേഷൻ സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് 3 എറർ മെസ്സേജ് വന്ന് കിടക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ ആദ്യത്തെ എറർ മെസ്സേജ് ക്ലിക്ക് ചെയ്തിട്ട് എന്താണെന്ന് നോക്കാം. ഇതിൽ മുകളിൽ കാണുന്ന എക്സ്പാൻഡ് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാച്ചർ ഓഫ് എക്സംപ്റ്റ് അലവൻസ് കാണാം. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം ന്യൂ റെജിമിൽ ഈ അലവൻസ് ഒന്നും കിട്ടുന്നതല്ല. അതുകൊണ്ട് അത് ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വന്നിട്ട് സേവ് ചെയ്ത് മുന്നോട്ട് പോവാം. കൺഫേം കൊടുത്ത് മുന്നോട്ട് പോവാം. അതിനുശേഷം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് വീണ്ടും പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ കൊടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു എറർ മെസ്സേജും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രോസ് ഇൻകവുമായിട്ട് ചെറിയ മിസ്മാച്ച് കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ എറർ മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത്. ആ എറർ മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ 9,62,900 ആണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഫോം 16B കമ്പയർ ചെയ്യാം. ഇവിടെ അത് 9,62,897 ആണ്. അതുകൊണ്ട് ഈ എമൗണ്ട് വേണം അവിടെ കൊടുക്കാൻ. അത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. വീണ്ടും കൺഫേം കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. വീണ്ടും പ്രിവ്യൂ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് വരാം. അപ്പോൾ നമുക്ക് വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് കാണാം. ഇപ്പോൾ നമ്മുടെ പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇനി നമുക്ക് പ്രിവ്യൂ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രിവ്യൂ കാണാവുന്നതാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ടു വാലിഡേഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വാലിഡേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവാം. ഇവിടെ നമുക്ക് 3 രീതിയിൽ വെരിഫിക്കേഷൻ നടത്താം. ഞാനിവിടെ ആധാർ OTP വെച്ചിട്ടാണ് വെരിഫിക്കേഷൻ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവാം. ഇവിടെയും ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ആധാർ OTP ജനറേറ്റ് ചെയ്യാം. നമുക്ക് വരുന്ന OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഈ രീതിയിലാണ് ITR 1 ഫയൽ ചെയ്യേണ്ടത്. നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.